നന്ദുവിനെ കാണുന്നില്ലല്ലോ മോളെ. എപ്പം വരുമെന്നോ മറ്റോ പറഞ്ഞോ ഗിരി? ഇല്ലമ്മേ, ഞങ്ങള് അങ്ങ് എത്തിക്കൊള്ളാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഒന്നുകൂടി ഗിരിയെ വിളിച്ചു നോക്കുമോളെ. അവനെ ഒന്ന് കണ്ടാലേ സമാധാനാവൂ. ഇപ്പൊ ഞാൻ വിളിച്ചു. ഗിരീഷേട്ടനെ നന്ദുവിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഗിരീഷേട്ടാ എടുത്ത് കഴിക്ക്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാന്ന് കരുതിയതാ. അതോളാലോ, രജനി ചേച്ചിയുടെ വീട് പോലെ കണ്ടാൽ മതി ഇവിടെയും. അല്ല എന്താ? അതെ, എല്ലാവർക്കും കൂടി കഴിക്കാനുണ്ടാവുമെന്ന് സംശയിച്ചിട്ടാവും. എന്നാ അത് വേണ്ട. ഭാർഗവേന്റിയുടെ വീട്ടില് ഭക്ഷണം എപ്പോഴും ഉണ്ടാവും. അല്ല, മുരളിയുടെ അമ്മ എവിടെ? അമ്മ എന്റെ വീട് വരെ ഒന്ന് പോയതാ. അമ്മയൊന്ന് വീണെന്ന് പറഞ്ഞില്ലേ, ഉമ്മയും കൂട്ടി പോയിരിക്കോ. ഓ, എടാ, നിനക്ക് മുരളിയുടെ ഡ്രസ്സ് കറക്റ്റ് ആണല്ലോ. അതെ ഗിരീഷേട്ടാ, കല്യാണത്തിന് മുമ്പ് വരെ ഞങ്ങൾ ഷർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇടുമായിരുന്നു. ഇപ്പൊ ഏതായാലും ഒരു അവസരം കിട്ടിയല്ലോ. എന്താ എന്താ എന്താ? ഇന്നലെ കിട്ടിയ അടിയിൽ നാവിലും മുറിവ് പറ്റിയിട്ടുണ്ട്. ഇനി കുറേ ദിവസത്തേക്ക് നല്ല നീറ്റലായിരിക്കും. എന്നാലും ഒരു മനുഷ്യനെ എങ്ങനെ തല്ലിച്ചതയ്ക്കാൻ അവർക്ക് എങ്ങനെയാ മനസ്സ് വരുന്നത്? അവരിൽ പലർക്കും ഇത് തൊഴിലല്ലേ ഗൗരി? തൊഴിൽ ചെയ്യുമ്പോൾ കുറ്റബോധം വേണ്ടല്ലോ. ഗിരീഷേട്ടാ, അത് ഇവന്റെ കാര്യമൊന്നും തൽക്കാലത്തേക്ക് രജനി ചേച്ചിയോ ചന്ദ്രോത്തൊന്നും അറിയിക്കണ്ട. അതെ, അതങ്ങനെ തന്നെ. എന്തെങ്കിലും ഒരു ഒഴുകഴിവ് പറഞ്ഞാൽ മതി. രജനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. മുരളി, നമുക്ക് സിദ്ധാർത്ഥൻ സാറിനെ പുറത്തിറക്കുക എന്നുള്ളതായിരിക്കണം അടുത്ത ലക്ഷ്യം. നിങ്ങൾക്കത് കഴിയും ഗിരീഷേട്ടാ. ത്യാഗരാജന്റെ തടങ്കൽ പാളയത്തിൽ നിന്ന് എനിക്ക് പുറലോകം കാണാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ രക്ഷപ്പെടുത്തി. നിങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അച്ഛൻ പുറത്തിറങ്ങുക തന്നെ ചെയ്യും. എനിക്കൊരു പേടിയുമില്ല. നമുക്ക് സിദ്ധാർത്ഥൻ സാറിനെ പുറത്തു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ എങ്ങനെ നീക്കാന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കണം. രാഷ്ട്രീയപരമായി സാറിനെതിരെ ഒരു വലിയ വികാരം കത്തി നിൽക്കുക ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഭരണപരമായി യാതൊരു സഹായവും പ്രതീക്ഷിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ ശത്രുക്കൾ ഇതൊരു അവസരമായി കണ്ട് സാറിന് ഒതുക്കാനും നോക്കും. നിങ്ങൾ കഴിക്ക്, പിന്നെ സംസാരിക്കാം. കഴിക്ക്.